ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമുക്കറിയാം 2023 നീറ്റിൻ്റെ എക്സാം നടക്കുന്നത് മെയ് 7-ാം തീയതിയാണ്. അപ്പോൾ നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എക്സാം വരുന്നത് 3 മണിക്കൂറും 20 മിനിറ്റുമാണ്. ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 5:20 വരെയാണ് നിങ്ങൾക്ക് നീറ്റ് എക്സാമിൻ്റെ സമയം എന്ന് പറയുന്നത്. കൃത്യം 3 മണിക്കൂറും 20 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള അവസാന സമയം എന്ന് പറയുന്നത് 1:30 PM. അതായത് ഉച്ചയ്ക്ക് 1:30 ശേഷം നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കയറാൻ പറ്റൂല. അപ്പോൾ അതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം ഹാളിൽ കയറിയിരിക്കണം. 1:30 ശേഷം ഒരു കുട്ടിയെ പോലും എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറ്റൂല. 1:30 ക്ലാസ്സിൽ കയറിയതിന് ശേഷം 1:45 1:45 നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ വന്നിട്ടുള്ള ഇൻവിജിലേറ്ററോട് അത് ചോദിച്ച് വാങ്ങുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ നിർബന്ധമായിട്ടും 1:45 നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കിലെറ്റ് എത്തിയിരിക്കണം. 1:50 മുതൽ 2 മണി വരെയാണ് നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാനുള്ള സമയം. 2 മണിക്ക് ശേഷം അല്ല അത് ഫില്ല് ചെയ്യേണ്ടത്. 2 മണിക്ക് ശേഷം പൂർണ്ണമായിട്ടും 5:20 വരെ 3 മണിക്കൂറും 20 മിനിറ്റും നിങ്ങൾക്ക് എക്സാം എഴുതാൻ മാത്രമുള്ള സമയമാണ്. അപ്പോൾ അതിന് മുമ്പ് 1:50 മുതൽ 2 മണിക്ക് ഉള്ളിലുള്ള സമയത്താണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്ലെറ്റിൽ റോൾ നമ്പർ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ സമയത്തായിരിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും അഡ്മിറ്റ് കാർഡ് കിട്ടിയാൽ, അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല 3 ദിവസം 4 ദിവസം മുമ്പൊക്കെ ആയിരിക്കും അഡ്മിറ്റ് കാർഡ് അപ്ലോഡ് ആവുക. അപ്പോൾ അതിന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ അഡ്മിറ്റ് കാർഡ് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം എപ്പോഴാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് അനുസരിച്ച് തന്നെ, അതായത് ചിലപ്പോൾ ഒരേ വീട്ടിലുള്ള അല്ലെങ്കിൽ ഒരേ ഒപ്പം പഠിക്കുന്ന ആളുകൾക്ക് പലർക്കും പല റിപ്പോർട്ടിംഗ് ടൈം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒപ്പം നിൽക്കുന്ന ആൾക്ക് 11:30 ആണെങ്കിൽ എനിക്കും 11:30 ആയിരിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്ക് വേറൊരു റിപ്പോർട്ടിംഗ് ടൈം ആയിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഒരു സമയത്തിന് നിർബന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 12:30 അതിന് ശേഷം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ 12:30 മുമ്പായിട്ടെങ്കിലും നിങ്ങൾ അവിടെ എത്തിയിരിക്കണം. അത് നിർബന്ധമാണ്. റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 12:30. എക്സാം സെൻറ്ററിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ട നിർബന്ധിതമായിട്ടുള്ള 4 കാര്യങ്ങളേ ഉള്ളൂ. ആ സാധനങ്ങൾ മാത്രമേ നിങ്ങൾ എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നാണോ എവിടെ നിന്നാണ് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ എക്സാം ഹാളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട്, സെൻറ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് 100% ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സെൻറ്ററിലേക്ക് പോവുക. അതിൽ ഒന്നാമത്തെ കാര്യം അഡ്മിറ്റ് കാർഡ് തന്നെയാണ്. നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് വെച്ച്, അതായത് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ചെയ്തിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പുറത്ത് പേസ്റ്റ് ചെയ്തിട്ടുള്ള അഡ്മിറ്റ് കാർഡ് തന്നെ നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാത്ത ആ സെയിം സാധനം തന്നെ മറ്റൊരു കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം. മൂന്നാമത്തത് ഫോട്ടോ ഉള്ള വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫാണ്. ID പ്രൂഫും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വെക്കണം. നാലാമതായിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ കൊണ്ടുവരുന്ന മറ്റൊരു സാധനമാണ് പോസ്റ്റ് കാർഡ് സൈസിലുള്ള ഫോട്ടോ. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം തന്നെ പ്രൊഫോമ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. അതിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം. അഡ്മിറ്റ് കാർഡിൽ പേസ്റ്റ് ചെയ്യാത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ തന്നെ പ്രൊഫോമയിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നിങ്ങൾ ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കാൻ അവകാശമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4 കാര്യങ്ങളും അഡ്മിറ്റ് കാർഡ്, ഫോട്ടോയുള്ള വാലിഡ് ID പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്രൊഫോമയിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ചിട്ടുള്ളത്, ഇത് 4 നിർബന്ധമായിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ കയറുമ്പോൾ നിങ്ങൾ കയ്യിൽ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല. അടുത്തതായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അത് ബേസിക്കലി ഈ 4 അല്ലാത്ത നിങ്ങൾക്കൊന്നും തന്നെ കൊണ്ടുവരാൻ പറ്റൂല. പക്ഷേ എങ്കിലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബേസിക്കലി കൊണ്ടുവരാൻ പറ്റാത്തത് നമുക്ക് നോക്കാം. എനി ഐറ്റം ലൈക്ക് ടെക്സ്റ്റുവൽ മെറ്റീരിയൽ, അതായത് പ്രിൻ്റഡോ റിട്ടണോ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും തന്നെ നിങ്ങളുടെ കയ്യിൽ പറ്റൂല, ഇൻക്ലൂഡിങ് ടീഷർട്ട് ആൻഡ് ഷർട്ട്. ടീഷർട്ടിലോ ഷർട്ടിലോ പാൻറ്റിലോ അതുപോലെ നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഐറ്റംസോ ബുക്കോ ടെക്സ്റ്റ് ബുക്കോ എന്തോ പ്രിൻ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സാധനം തന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കൊണ്ടുവരാൻ പറ്റൂല. അതുപോലെ തന്നെ ബിറ്റ്സ് ഓഫ് പേപ്പർ, ജിയോമെട്രിക് പെൻസിൽ ബോക്സ്, പ്ലാസ്റ്റിക് പൗച്ച്, കാൽക്കുലേറ്റർ, പെൻ, സ്കെയിൽ, റൈറ്റിംഗ് പാഡ്, പെൻ ഡ്രൈവ്, എറൈസർ, കാൽക്കുലേറ്റർ, ലോഗ് ടേബിൾ, ഇലക്ട്രോണിക് പെൻ, സ്കാനർ എക്സെട്ര. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം പോലും, പെന്ന് പോലും നിങ്ങൾ കയ്യിലെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് പെന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം പോലും ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ കയ്യിൽ വെക്കരുത്. എനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ലൈക്ക് മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത്, ഇയർഫോൺ, മൈക്രോഫോൺ, പേജർ, ഹെൽത്ത് ബാൻഡ് എക്സെട്ര. അതുപോലെ തന്നെ അതർ ഐറ്റംസ് ലൈക്ക് വാലറ്റ്, ഗോഗിൾസ്, ഹാൻഡ് ബാഗ്സ് എക്സെട്ര പോലത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റില്ല. പേഴ്സ്, ഹാൻഡ് ബാഗ് പോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റൂല. അതുപോലെ തന്നെ വാച്ച്, ബ്രേസ്ലെറ്റ്, ഓർണമെന്റ്സ്, മെറ്റാലിക് ഐറ്റംസ് പോലത്തെ സാധനങ്ങളും നിങ്ങൾക്ക് അലൗഡ് അല്ല.
അതായത് ഓർണമെൻറ്റ്സ് നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ആരായാലും നിങ്ങൾ ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വീട്ടിൽ അയച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ സെൻറ്ററിലേക്ക് പോകാൻ. അതുപോലെ തന്നെ മെറ്റാലിക് ആയിട്ടുള്ള എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും അത് മെറ്റാലിക് ആയിട്ടുള്ള എന്ത് ഐറ്റംസ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് എക്സാം ഹാളിൽ കയറാൻ പറ്റില്ല. അതായത് നിങ്ങൾ ഷർട്ടിൽ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറാൻ പറ്റില്ല. മെറ്റാലിക് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ റിങ്ങോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും മെറ്റാലിക് ഐറ്റംസ് നിങ്ങളുടെ ഡ്രസ്സിലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം ഹാളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ മെറ്റാലിക് ഐറ്റംസ് ഉള്ള ഒരു സാധനം തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, വെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് വാട്ടർ ബോട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറാൻ പറ്റില്ല. വാട്ടർ ബോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ അലൗഡ് ആയിരുന്നു കൊറോണയുടെ സമയം ആയതുകൊണ്ട് തന്നെ. ഇപ്രാവശ്യം ബാൻഡ് ഐറ്റംസിലാണ് വാട്ടർ ബോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വാട്ടർ ബോട്ടിലും ഫുഡ് ഐറ്റംസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം ഹാളിൽ കയറാൻ പറ്റില്ല. അതായത് ബേസിക്കലി അത് ടോട്ടലി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള 4 ഐറ്റംസ് ഉണ്ടല്ലോ, അഡ്മിറ്റ് കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, ഫോട്ടോയുള്ള വാലിഡ് ID പ്രൂഫ്, ഈ 4 കാര്യങ്ങളല്ലാത്ത ഒരു കാര്യം പോലും നിങ്ങൾക്ക് എക്സാം ഹാളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡ്രസ് കോഡ് എന്നുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡ്രസ്സ് ഇടാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾക്ക് കൂളിംഗ് ഗ്ലാസ് ഇടാൻ പറ്റുമോ, പറ്റൂല. നിങ്ങൾക്ക് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ദമ്മിൽ എക്സാം ഹാളിൽ പോകാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് പറ്റൂല. ലൈറ്റ് ക്ലോത്ത്സ് വിത്ത് ലോങ് സ്ലീവ്സും നിങ്ങൾക്ക് അലൗഡ് അല്ല. അതായത് നിങ്ങൾക്ക് മൊത്തത്തിൽ മൂടുന്ന ഫുൾ സ്ലീവ് ഷർട്ട് പോലും നിങ്ങൾക്ക് അലൗഡ് അല്ല. പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ പ്രിന്റഡ് ആയിട്ടുള്ള ഷർട്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് അലൗഡ് അല്ല. നിങ്ങൾക്ക് ഡ്രസ്സിൽ, പാൻറ്റിൽ, ഷർട്ടിൽ, ടീഷർട്ടിൽ, അതുപോലെ തന്നെ സ്കാർഫിൽ, ഇതിലൊക്കെ മെറ്റാലിക് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം ഹാളിൽ കയറാൻ പറ്റില്ല. സ്ലിപ്പേഴ്സ്, അതുപോലെ തന്നെ ലോ ഹീൽസ് ആയിട്ടുള്ള സാൻഡൽസേ നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ളൂ, ഷൂസ് അലൗഡ് അല്ല. അപ്പോൾ സാധാരണ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചെരുപ്പ് ഇട്ടിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുക. കസ്റ്റമറി ഡ്രസ്സ്, നിങ്ങൾക്ക് റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ഇടണം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലീജിയസ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു തട്ടം മഫ്ത ചുറ്റണം എന്നുണ്ടെങ്കിൽ, അതുപോലത്തെ റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഡ്രസ്സ് എന്തെങ്കിലും നിങ്ങൾ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ 2 മണിക്കൂർ പ്രയർ ആയിട്ട്, നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈമിന് 2 മണിക്കൂർ മുമ്പായിട്ട് എന്ത് ചെയ്യണം, അവിടെ എത്തൽ നിർബന്ധമാണ്. അതായത് ഏറ്റവും ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 12:30 അപ്പോൾ നിങ്ങൾ 10:30 മിനിമം നിങ്ങൾ എക്സാം ഹാളിൽ എത്തിയിട്ട് സെൻറ്ററിൽ എത്തിയിട്ട് നിങ്ങളുടെ കാര്യം പറയണം. എനിക്ക് കസ്റ്റമറി ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അല്ലാതെ നിങ്ങൾ 12:30 നിങ്ങൾ കസ്റ്റമറി ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അഥവാ കസ്റ്റമറി ഡ്രസ്സാണ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, റിലീജിയസ് ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ, അതായത് റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ 1:30 എന്നുള്ള ലാസ്റ്റ് എക്സാം ഹാളിലേക്ക് കയറുന്ന ടൈമല്ല, റിപ്പോർട്ടിംഗ് ടൈമായിട്ടുള്ള 12:30 2 മണിക്കൂർ പ്രയർ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സെൻട്രലെത്തൽ നിർബന്ധമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റൂല, ഏത് ഡ്രസ്സ് ഇടണം, ഏതൊക്കെ ഡ്രസ്സ് ഇടാൻ പറ്റൂല എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ എക്സാമിൻ്റെ ടൈം, റിപ്പോർട്ടിംഗ് ടൈമൊക്കെ സൂക്ഷിക്കുക. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും സൂക്ഷിച്ച് വായിക്കുക, എന്നിട്ട് നിങ്ങൾ ആ ഡീറ്റെയിൽസൊക്കെ പാലിക്കുക. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർവസ്റ്റിൻ്റെ ഓൾ ദി ബെസ്റ്റ്.